നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. രാജ്യത്തെ വിജ്ഞാന വ്യവസായങ്ങൾ സൃഷ്ടിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഇടമാണ് കേരളം. മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആലിൻ മഹത്തായ മാതൃക. ദേശീയ മാധ്യമങ്ങളിൽ നിറഞ്ഞ് കേരളം. AKG സ്മൃതി മ്യൂസിയം നാടിന് സമർപ്പിച്ചു. തിരുവനന്തപുരത്ത് സ്കൂൾ വിദ്യാർത്ഥികളുമായി പോയ ബസ് കനാലിലേക്ക് മറിഞ്ഞു. അയ്യപ്പ സംഗമ ഓഡിറ്റ് റിപ്പോർട്ട് 26-നകം ഹൈക്കോടതിയിൽ കൃത്യമായ മറുപടി നൽകും. K. ജയകുമാർ. വിഷ്ണുമൂർത്തിയെത്തി പള്ളിമുറ്റത്ത് മുഴങ്ങി ഒരുമയുടെ ബാങ്കുവിളി. യുവാവിനെ മർദ്ദിച്ചു കൊന്ന കേസ് 5 മുസ്ലിം ലീഗ് പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് കോടതി. മദ്യപിച്ചെത്തിയ മകൻ കസേരയോടെ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു. ചികിത്സയിലിരുന്ന വയോധിക മരിച്ചു. കോഴിക്കോട് ജയലക്ഷ്മി ടെക്സ്റ്റൈൽസിൽ വൻ തീപിടുത്തം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. മാസപ്പിറവി ദൃശ്യമായില്ല. റംസാൻ പ്രാരംഭം വ്യാഴാഴ്ച. മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ കേരളത്തിൽ റംസാൻ പ്രാരംഭം വ്യാഴാഴ്ച. ചൊവ്വാഴ്ച വൈകുന്നേരം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാസപ്പിറവി നിരീക്ഷിച്ചെങ്കിലും എവിടെയും ദൃശ്യമായതായി റിപ്പോർട്ടുകളില്ല. ഷവ്വാൽ 30 ബുധനാഴ്ച പൂർത്തിയാക്കി വ്യാഴാഴ്ച റംദാൻ 1 പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ളവർ അറിയിച്ചു. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ, കോഴിക്കോട് ഖാദി മുഹമ്മദ് കോയ തങ്ങൾ, ജമുലലൈ തുടങ്ങിയവർ പ്രധാനമന്ത്രി സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. ഹിജ്റ വർഷം 1447 റംദാൻ മാസത്തിന് വ്യാഴാഴ്ച പുലർച്ചെ തുടക്കമാകും. ഇതോടെ വിശ്വാസികൾ ഇനി ഒരു മാസം നീണ്ടു നിൽക്കുന്ന വ്രതശുദ്ധിയോടെ നാളുകളിലേക്ക് കടക്കും. രാജ്യത്ത് വിജ്ഞാന വ്യവസായങ്ങൾ സൃഷ്ടിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഇടമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരള സയൻസ് പാർക്ക് IT പാർക്കിന് കണ്ണൂർ അഞ്ചരക്കണ്ടി ചെറിയ വളപ്പിൽ തറക്കല്ലിട്ട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നമ്മുടെ നാട്ടിലെ ഉയർന്ന യോഗ്യതയുള്ള മാനവ വിഭവശേഷിയും വിജ്ഞാന സമ്പദ് വ്യവസ്ഥയ്ക്ക് നാട് നൽകുന്ന പിന്തുണയും ഉയർന്ന നിലവാരമുള്ള ഗവേഷണ വികസന സ്ഥാപനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന സർക്കാർ നടത്തുന്ന ശ്രമങ്ങളും കണക്കിലെടുക്കുമ്പോൾ രാജ്യത്ത് വിജ്ഞാന വ്യവസായങ്ങൾ സൃഷ്ടിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഇടമായി സംസ്ഥാനം മാറി. ഇത് മനസ്സിലാക്കിയാണ് രാജ്യത്തെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മുന്നേറ്റം തുറന്നു തരുന്ന അവസരങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയുന്ന സയൻസ് പാർക്കുകളും ഡിജിറ്റൽ സയൻസ് പാർക്കും ഇവിടെ സ്ഥാപിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിശദമായ വാർത്തകളുമായി സ്വന്തം ലേഖ വിദ്യാ പ്രതീക്ഷ ചേരുന്നു. 600 കോടി രൂപ ചെലവിൽ 50 ഏക്കറിലാണ് ജില്ലയിൽ ഈ അത്യാധുനിക സജ്ജീകരണങ്ങളും ഗവേഷണ കേന്ദ്രങ്ങളും ഒരുങ്ങുന്നത്. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ മേൽനോട്ടത്തിൽ കണ്ണൂർ സർവകലാശാലയും കോഴിക്കോട്, കാസർഗോഡ് മേഖലകളിലെ ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളും ചേർന്നാണ് ഇവിടുത്തെ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത്. ഇവിടെ ജീവശാസ്ത്ര ഗവേഷണ മേഖലയിൽ ഇന്റേൺഷിപ്പിനും പ്രൊജക്ടുകൾക്കും നൈപുണ്യ വികസനത്തിനും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കും. ഈ അക്കാദമിക് ഇൻഡസ്ട്രിയൽ സഹകരണത്തിലൂടെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിലൂടെ വരും കാലത്ത് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് നേരിട്ടും പരോക്ഷമായും സൃഷ്ടിക്കപ്പെടാൻ പോകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വ്യവസായങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ എന്നിവ തമ്മിൽ അതിവിപുലമായ സഹകരണത്തിനുള്ള അവസരം ഒരുക്കിക്കൊണ്ടുവരും. വർഷങ്ങളിൽ ഈ പാർക്കുകളിൽ കേരളം എന്ന വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ നെടുന്തൂണായി സംസ്ഥാനത്തെ മാറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭാ സ്പീക്കർ AN ഷംസീർ അധ്യക്ഷനായി. സയൻസ് IT പാർക്കുകൾ യാഥാർത്ഥ്യമാകുന്നതോടെ ഗവേഷണ രംഗത്തെ മലബാറിന്റെ മുഖച്ഛായ മാറുമെന്ന് സ്പീക്കർ പറഞ്ഞു. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ KK സാജു വിശിഷ്ടാതിഥിയായി. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ KP സുധീർ സയൻസ് പാർക്ക് പദ്ധതിയുടെയും KITFRI പ്രിൻസിപ്പൽ സെക്രട്ടറിയും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ സന്തോഷ് ബാബു IT പാർക്കിന്റെയും റിപ്പോർട്ട് അവതരിപ്പിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് സ്പെഷ്യൽ സെക്രട്ടറിയും KSIT ചെയർമാനുമായ ശ്രീറാം സാംബശിവറാവു, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM പ്രഭാകരൻ, അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK സീന, വേങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് C ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം OC ബിന്ദു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം T ദീപു, ഗ്രാമപഞ്ചായത്ത് അംഗം IC ഷംസീറ, മുൻ MP KK രാഗേഷ് എന്നിവർ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് സ്കൂൾ വിദ്യാർത്ഥികളുമായി പോയ ബസ് കനാലിലേക്ക് മറിഞ്ഞു. സ്കൂൾ വിദ്യാർത്ഥികളുമായി പോയ ബസ്സാണ് കനാലിലേക്ക് മറിഞ്ഞത്. തിങ്കളാഴ്ച രാവിലെ 9:10 അപകടം. പൂവത്തൂർ LMS LP സ്കൂൾ വിദ്യാർത്ഥികളുമായി പോയ ബസ്സാണ്
കൊല്ല ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തെ കനാലിലേക്ക് മറിഞ്ഞത്. തലയ്ക്ക് പരിക്കേറ്റ ജോനിത 6 കാരക്കുളം മെഡിക്കൽ കോളേജ് ആശുപത്രി ശിശുരോഗ തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. സ്കൂളിലേക്ക് പോകവേ ബസ്സിൻ്റെ സ്റ്റിയറിംഗ് റാഡ് പൊട്ടി നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നു. ഡ്രൈവറും ആയുമടക്കം 28 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. 26 കുട്ടികളും ശിശുവിഭാഗം വാർഡിൽ നിരീക്ഷണത്തിൽ പ്രവേശിച്ചിരുന്നു. ജോലിക്ക് ആശങ്കപ്പെടേണ്ട ആരോഗ്യ പ്രശ്നമില്ലെന്ന് അധികൃതർ അറിയിച്ചു. സ്കൂളിന് സ്വന്തമായി ബസ് ഇല്ലാത്തതിനാൽ കരാർ അടിസ്ഥാനത്തിലാണ് വാഹനങ്ങൾ ഓടിച്ചിരുന്നത്. ആലിന് മഹത്തായ മാതൃക. ദേശീയ മാധ്യമങ്ങൾ നിറഞ്ഞ് കേരളം. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി ചരിത്രം സൃഷ്ടിച്ച ആലിൻ ദേശീയ തലത്തിലും ശ്രദ്ധിക്കപ്പെടുന്നു. ആലിൻ്റെ കുടുംബത്തെയും ഒപ്പം നിന്ന സർക്കാരിനെയും അഭിനന്ദിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ വാർത്തകൾ നൽകി. കേരളത്തിൻ്റെ മാതൃക ശ്രദ്ധിക്കപ്പെടേണ്ടതാണെന്നും കേരളം രാജ്യത്തിനൊന്നാകെ മാതൃകയാണെന്നുമാണ് ദേശീയ മാധ്യമങ്ങൾ വാർത്തകൾ. NDTV, ടൈംസ് നെറ്റ്വർക്ക്, ഇന്ത്യ ടുഡേ തുടങ്ങിയ പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം ആലിനെ പറ്റിയുള്ള വാർത്തകൾ ഏറെ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. ആലിന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതി നൽകിയതും വാർത്തകളിൽ നിറഞ്ഞു. സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു ആലിൻ്റെ സംസ്കാരം. വിശദമായ വാർത്തകളുമായി സ്വന്തം ലേഖിക വിദ്യ പ്രതീക്ഷിച്ചിരുന്നു. രാജ്യത്തെ കൊട്ടിഘോഷിക്കപ്പെടുന്ന നഗരങ്ങളിലൊന്നും ഇത്തരമൊരു അപൂർവ സംഭവം ഇന്നേവരെ നടന്നിട്ടില്ലെന്നും കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന പ്രവൃത്തിയുണ്ടായത് സർക്കാർ സംവിധാനങ്ങളോടുകൂടി സഹായത്തോടെയാണെന്നും മാധ്യമങ്ങളും നെറ്റിസൺസും പറയുന്നു. കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിച്ച മാതാപിതാക്കളെ എല്ലാവരും അഭിനന്ദിക്കുന്നു. ദുഃഖത്തിനിടയിലും അവരെടുത്തത് അസാധാരണമായ ഒരു തീരുമാനമാണ്. എന്നാൽ സമൂഹത്തിന്റെയും സഭയുടെയും മെഡിക്കൽ സംവിധാനത്തിന്റെയും അവരോടൊപ്പം നിന്ന സർക്കാർ അധികാരികളുടെയും പങ്കും പ്രധാനമാണ്. അവർ മാതാപിതാക്കളുടെ ഉദ്ദേശത്തെ മാനിച്ചു, അതിനെ മുൻഗണന നൽകി, മടികൂടാതെ പൂർണ്ണ പിന്തുണ ഉറപ്പാക്കി. ലോകത്തിലെ ചില മുൻനിര മഹാനഗരങ്ങളിൽ ഇത് സംഭവിച്ചില്ല. ഇതുപോലുള്ള നിസ്വാർത്ഥ ഉദ്ദേശങ്ങൾ സാധ്യമാകുന്നത് വർഷങ്ങളായി സംസ്ഥാനത്തെ ജനങ്ങൾക്കിടയിൽ വളർത്തിയെടുത്ത സാമൂഹിക സാക്ഷരത, പൊതു അവബോധം, സംവേദനക്ഷമത എന്നിവ മൂലമാണ്. സ്ഥാപനങ്ങളും സമൂഹങ്ങളും ധാർമ്മികതയോടെയും നിലകൊള്ളുമ്പോൾ ഇത്തരം മാതൃകകൾ ഉണ്ടാകും. ഡോക്ടറായ ദീപ ഖാദർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. മാതാപിതാക്കൾക്കൊപ്പം സമൂഹം കൂടെ നിന്നതിനാലാണ് ഇത്തരമൊരു പ്രവൃത്തി സാധ്യമായതെന്നാണ് നെറ്റിസൺസ് ആവർത്തിക്കുന്നത്. 4 പേർക്ക് പുതുജീവനേകിയാണ് ആലിൻ മടങ്ങിയത്. മസ്തിഷ്ക മരണം സംഭവിച്ചതിനു പിന്നാലെ ആലിന്റെ ഹൃദയവാൾവ്, കരൾ, വൃക്കകൾ, നേത്രപടലം എന്നിവ ദാനം ചെയ്യാൻ മാതാപിതാക്കൾ തീരുമാനിക്കുകയായിരുന്നു. ഹൃദയവാൾവും കരളും വൃക്കകളും അന്നുതന്നെ എറണാകുളത്തു നിന്നും തിരുവനന്തപുരത്ത് എത്തിച്ചു. ഗ്രീൻ കോറിഡോർ ഒരുക്കി 3.15 മണിക്കൂർ കൊണ്ടാണ് അവയവങ്ങളിൽ എത്തിച്ചത്. കിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന കുട്ടിക്കാണ് കരൾ നൽകിയത്. ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളെ നേരിൽ കണ്ടിരുന്നു. വിഷ്ണുമൂർത്തിയെത്തി പള്ളിമുറ്റത്തി മുഴങ്ങി ഒരുമയുടെ ബാങ്കുവിളി. നിസ്കാരം 5 നേരവും പിറകൊണ്ട പെരുന്നാളും വ്രതങ്ങളുമായി ദീനിന്റെ വഴി മുടങ്ങാതിട്ടു തക്കവണ്ണം മാർഗം നടത്തുന്നുണ്ടല്ലോ അല്ലേ എന്റെ മാടായി നഗരെ. പെരുമ്പട്ട ജുമാ മസ്ജിദിലെത്തിയ വിഷ്ണുമൂർത്തി തെയ്യമരുളിയപ്പോൾ മുഴങ്ങിയത് പഴമ പറ്റാത്ത മതസാഹോദര്യത്തിന്റെ നേർക്കാഴ്ചയായി മാറി. മസ്ജിദിൽ അസർ നിസ്കാരത്തിന് ബാങ്ക് വിളി മുഴങ്ങിയപ്പോൾ തൊട്ടകലെയുള്ള പെരുമ്പട്ട താഴത്തിടം പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ടക്കാവിൽ നിന്ന് എത്തിയ വിഷ്ണുമൂർത്തി തെയ്യം പള്ളിമുറ്റത്ത് എത്തി വാവമൊഴി നൽകാനായി കാതോർത്തു നിന്നു. താഴത്തിടം കളിയാട്ട സമാപന ദിവസമായ തിങ്കളാഴ്ചയാണ് പെരുമ്പട്ട ജുമാ മസ്ജിദിലേക്ക് വിഷ്ണുമൂർത്തി തെയ്യം എത്തിയത്. പള്ളിമുറ്റത്ത് വിതറിയ അരിമണികളിൽ ചവിട്ടി നിന്ന് മുസ്ലിം സഹോദരങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ച് അന്വേഷിച്ച പരദേവത മാനവികതയുടെ ക്ഷേമമാണ് എല്ലാത്തിന്റെയും കാതലെന്നും പള്ളിയും പള്ളിയറയും എല്ലാം ഒന്നാണെന്നും അരുളി. പള്ളിമുറ്റത്തുള്ള എല്ലാവരെയും അനുഗ്രഹിച്ച് ബാങ്ക് വിളിയും നിസ്കാരവും മുടങ്ങാതെ കാക്കണമെന്ന് ഉപദേശിച്ചാണ് തെയ്യം മടങ്ങിയത്. നാനാജാതി മതസ്ഥരായ നൂറുകണക്കിന് ആളുകൾ വിഷ്ണുമൂർത്തിയുടെ വാക്കുകേൾക്കാൻ പള്ളിമുറ്റത്ത് ഒത്തുകൂടി. 1.5 നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് താഴത്തിടം ക്ഷേത്രത്തിനും പെരുമ്പട്ട ജുമാ മസ്ജിദിനും. പണ്ടുകാലത്ത് നെൽക്കറ്റകളിൽ ചവിട്ടിയാണ് പരദേവതയുടെ പള്ളി സന്ദർശനം. ക്ഷേത്രസ്ഥാനികർ പള്ളിമുറ്റത്ത് ചന്ദനത്തിരികൾ കത്തിക്കുന്നതോടെയാണ് പരദേവതയുടെ വരവിളി മുഴങ്ങുക. വർഷങ്ങളായി തകർന്നു കിടന്ന ക്ഷേത്രം 2011 നവീകരിച്ചത്. ഇവിടത്തെ മൂവാണ്ട് കളിയാട്ടത്തിന് മുസ്ലിങ്ങൾ അടക്കമുള്ള കമ്മിറ്റിയാണ് നേതൃത്വം നൽകുന്നത്. കളിയാട്ടത്തിനും ഉറൂസിനും പരസ്പരം സഹായം എത്തിക്കും.
12-ന് തുടങ്ങിയ താഴത്തിടം കളിയാട്ടം തിങ്കൾ വൈകിട്ട് പടാർകുളങ്ങര ഭഗവതിയുടെ തിരുമുടി താഴുന്നതോടെ സമാപിച്ചു. കേരള പോലീസ് മികച്ച നിയമപാലകർ, ഒപ്പം ജനങ്ങളുടെ സുഹൃത്ത്. മുഖ്യമന്ത്രി. സംസ്ഥാന പോലീസ് സേന മികച്ച നിയമപാലകർ എന്നതിനൊപ്പം ജനങ്ങളുടെ സുഹൃത്തായി മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പിണറായി പോലീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിടോദ്ഘാടനം പിണറായി കൺവെൻഷൻ സെന്ററിൽ വെച്ച് നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നിയമപരിപാലനത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കാൻ പോലീസ് സേനയ്ക്ക് സാധിക്കുന്നുണ്ട്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് ഇപ്പോൾ പോലീസിൽ എത്തുന്നത്. ഇത് പോലീസ് സേനയുടെ മികവ് വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാങ്കേതിക മേഖലയിൽ കഴിവും യോഗ്യതയുള്ളവർ സേനയുടെ ഭാഗമായി. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനും ദിവസങ്ങൾക്കുള്ളിൽ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിലെത്തിക്കാനും സേനയ്ക്ക് കഴിയുന്നുണ്ട്. ഇതോടെ പോലീസ് സേനയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം വർദ്ധിച്ചു. ജനമൈത്രി പോലീസ് എന്ന ആശയം ഫലപ്രദമായി നടപ്പാക്കാനായി. സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കുമായി പോലീസ് സ്റ്റേഷനുകളിൽ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പിണറായി കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വ. ബിനോയ് കുര്യൻ അധ്യക്ഷനായി. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ, ക്രമസമാധാനം ADGP H. വെങ്കടേഷ്, നോർത്ത് സോൺ IGP രാജ്പാൽ മീണ, കണ്ണൂർ റേഞ്ച് DIG GH യതീഷ് ചന്ദ്ര, കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ P. നിതിൻ രാജ്, റൂറൽ ജില്ലാ പോലീസ് മേധാവി അനൂജ് പലിവാൾ, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM പ്രഭാകരൻ, പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ഷെർലി, വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. ചന്ദ്രൻ, പിണറായി ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് അംഗം CP ലോഹിതാക്ഷൻ എന്നിവർ പങ്കെടുത്തു. മൂന്നാമത് ഹാപ്പിനെസ് ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടന ചിത്രം ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി 2026 ഫെബ്രുവരി 21 മുതൽ 23 വരെ തളിപ്പറമ്പിൽ സംഘടിപ്പിക്കുന്ന ഹാപ്പിനെസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന ചിത്രമായി ജാഫർ പനാഹിയുടെ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് പ്രദർശിപ്പിക്കും. ക്ലാസിക് തിയേറ്ററിൽ വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിന് ശേഷമാണ് ചിത്രം പ്രദർശിപ്പിക്കുക. 2025 കാൻ ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള പാംദോർ ലഭിച്ച സിനിമയാണിത്. മികച്ച വിദേശ ഭാഷാ ചിത്രം, തിരക്കഥ എന്നീ വിഭാഗങ്ങളിൽ ഓസ്കാർ നോമിനേഷനുകളും ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ട്. ജാഫർ പനാഹിയുടെ മുൻ ചിത്രങ്ങളെപ്പോലെ തന്നെ ഇറാനിലെ ഭരണകൂട പീഡനങ്ങളെയും സാമൂഹിക വ്യവസ്ഥയെയും വളരെ ശക്തമായും അതേസമയം രസകരമായ കറുത്ത ഹാസ്യത്തിലൂടെയുമാണ് ഈ ചിത്രം അവതരിപ്പിക്കുന്നത്. ടെഹ്റാനിലെ ഒരു കാർ മെക്കാനിക്കായ വാഹിദ് തന്റെ ഗാരേജിൽ എത്തിയ ഒരാളുടെ കൃത്രിമക്കാലിന്റെ ശബ്ദത്തിൽ നിന്ന് അയാൾ പണ്ട് തന്നെ ജയിലിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ച ഉദ്യോഗസ്ഥനാണെന്ന് സംശയിക്കുന്നു. അയാളെ തട്ടിക്കൊണ്ടുപോയി മരുഭൂമിയിൽ ജീവനോടെ കുഴിച്ചുമൂടാൻ വാഹിദ് ശ്രമിക്കുന്നു. എന്നാൽ പിടിയിലായ ആൾ താൻ നിരപരാധിയാണെന്ന് വാദിക്കുന്നതോടെ വാഹിദിന് ആശയക്കുഴപ്പമുണ്ടാകുന്നു. തുടർന്ന് തന്റെ കൂടെ ജയിലിൽ പീഡനം അനുഭവിച്ച മറ്റ് സുഹൃത്തുക്കളെയും വാഹിദ് ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. 104 മിനിറ്റാണ് ചിത്രത്തിന്റെ ദൈർഘ്യം. ക്ലാസിക് ക്രൗൺ, ആലിംഗിൽ പാരഡൈസ് എന്നീ 3 തിയേറ്ററുകളിലായി നടക്കുന്ന മേളയിൽ 34 സിനിമകൾ പ്രദർശിപ്പിക്കും. ഇക്കഴിഞ്ഞ ഡിസംബറിൽ തിരുവനന്തപുരത്ത് നടന്ന 30ാമത് IFFKയുടെ ലോക സിനിമ, ഇന്ത്യൻ സിനിമ, മലയാളം സിനിമ ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്, ഫീമെയിൽ ഫോക്കസ്, പാലസ്തീൻ പാക്കേജ് എന്നീ വിഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക. മേളയോടനുബന്ധിച്ച് ഓപ്പൺ ഫോറം, എക്സിബിഷൻ, കലാസാംസ്കാരിക പരിപാടികൾ എന്നിവയും ഉണ്ടായിരിക്കും. AKG സ്മൃതി മ്യൂസിയം നാടിന് സമർപ്പിച്ചു. സംവാദങ്ങൾ ഇല്ലാതാക്കി ഏകാധിപത്യ പ്രവണതയിലേക്ക് രാജ്യത്തെ നയിക്കാനുള്ള പ്രതിലോമകരമായ ഇടപെടലുകൾക്കെല്ലാം എതിരായ ചെറുത്തുനിൽപ്പ് കൂടിയാണ് ചരിത്രം ഓർമ്മിപ്പിക്കുന്ന മ്യൂസിയങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പെരളശ്ശേരിയിൽ AKG മ്യൂസിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മ്യൂസിയങ്ങളെ വെറും പ്രദർശനശാലകളായി കാണുന്ന നയമല്ല LDF സർക്കാരിനുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവരസാങ്കേതിക വിദ്യയുടെ യുഗമാണിത്. അറിവുകൾ വേഗത്തിൽ പകർന്നു നൽകപ്പെടുന്നുണ്ട്. നുണകളും വേഗത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നു. നുണകൾക്കാണ് അതിവേഗത. ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരും ഇത്തരം നുണപ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നുവെന്നത് അതീവ ഗൗരവകരമാണ്. ഈ സാഹചര്യത്തിൽ മ്യൂസിയങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നുണകളെ നേരിടാനുള്ള വിജ്ഞാനശാലയാണ് മ്യൂസിയങ്ങൾ. AKG അടക്കമുള്ളവരുടെ പോരാട്ടങ്ങളാണ് നമ്മുടെ നാടിനെ ഈ സ്ഥിതിയിൽ എത്തിച്ചത്. എന്നാൽ അങ്ങനെയല്ലെന്ന് വരുത്തി തീർക്കുകയാണ് ചിലർ. ജന്മിനാടുവാഴിത്തത്തിനെതിരെയും സാമ്രാജ്യത്വത്തിനെതിരെയും നടന്ന പ്രക്ഷോഭങ്ങളെ തമസ്കരിക്കുകയാണിവർ. ബ്രിട്ടീഷ് പാദസേവകരായിരുന്നവരാണ് ഇതിനു പിന്നിൽ. പാർലമെന്ററി ജനാധിപത്യത്തെയും ഇവർ അപകടത്തിലാക്കുന്നു. ചർച്ചയില്ലാതെ ബില്ലുകൾ പാസാക്കുന്നതും വിമർശിക്കുന്ന അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യുന്നതും അംഗങ്ങളെ വേട്ടയാടുന്നതുമെല്ലാം ഇത്തരം ഏകാധിപത്യ പ്രവണതയുടെ ലക്ഷണങ്ങളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
AKGയുടെ ജീവിതം ഒരു കാലഘട്ടത്തിന്റെ ചരിത്രമാണ്. വികസനത്തിന്റെ ഫലം എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് AKG തുടങ്ങിവെച്ച കാഴ്ചപ്പാടാണ് സർക്കാർ പിന്തുടരുന്നത്. അതിനാൽ അദ്ദേഹത്തിന് ജന്മനാട്ടിൽ ഒരു ഉചിതമായ സ്മാരകം നിർമ്മിക്കുന്നത് പുതുതലമുറക്കു വേണ്ടിയുള്ള ചരിത്രത്തിന്റെ കരുതിവെപ്പ് ആണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തലശ്ശേരി പള്ളിയത്ത് അഞ്ചരക്കണ്ടി പുഴയോട് ചേർന്ന് റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത 3.30 ഏക്കർ സ്ഥലത്താണ് മ്യൂസിയം സ്ഥാപിച്ചത്. 12.06 കോടി രൂപയാണ് സ്ഥലം ഏറ്റെടുക്കുന്നതിന് ചെലവ്. കെട്ടിടം നിർമ്മിക്കുന്നതിന് 6.44 കോടി രൂപയും പ്രദർശന സജ്ജീകരണങ്ങൾക്കായി 4.82 കോടി രൂപയും ചെലവഴിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി. മ്യൂസിയം മൃഗശാല വകുപ്പ് ഡയറക്ടർ PS മഞ്ജുള ദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിജു, പെരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുനീഷ്, വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C ചന്ദ്രൻ, എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AV ഷീബ, പെരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം MC രാഗസുധ, വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് അംഗം K പ്രസാദ്, മുൻ MP KK രാഗേഷ്, മുൻ MLA MV ജയരാജൻ, അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ N ഗോബ്രഗഡെ, പുരാവസ്തു വകുപ്പ് ഡയറക്ടർ A ദിനേശൻ, പുരാരേഖ ഡയറക്ടർ ഇൻചാർജ് S പാർവതി, MK മുരളി, T പ്രകാശൻ മാസ്റ്റർ, T ശ്രീധരൻ, PP ദിവാകരൻ, K റൌഫ് മാസ്റ്റർ, M ജയപ്രകാശ്, VK ഗിരിജൻ, K ശിവദാസൻ മാസ്റ്റർ, പൊതുമരാമത്ത് വകുപ്പ് പാലങ്ങൾ വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ AG വിശ്വപ്രകാശ് എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ AKGയുടെ മകൾ ലൈലയും പങ്കെടുത്തു. ശബരിമല സ്വർണ്ണക്കൊള്ള ഇഡിക്ക് മുന്നിൽ ഹാജരായി നടൻ ജയറാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ നിർണായക നീക്കം. നടൻ ജയറാം ഇന്ന് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരായി. കേസിലെ മുഖ്യ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ചും സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും ചോദിച്ചറിയാനാണ് ED താരത്തെ വിളിപ്പിച്ചത്. കള്ളത്തരം കാട്ടിയവരെ അയ്യപ്പൻ വെറുതെ വിടുമോ? കൊടുങ്ങാനുള്ളവരെല്ലാം കൊടുങ്ങട്ടെ, സത്യം പുറത്തു വരണം എന്നും ജയറാം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ശബരിമലയിലെ സ്വർണ്ണവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളിൽ വലിയ തോതിലുള്ള കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് EDയുടെ പ്രാഥമിക നിഗമനം. ശബരിമലയിലെ സ്വർണ്ണ കട്ടിളകൾ ജയറാമിൻ്റെ ചെന്നൈയിലെ വീട്ടിലെത്തിച്ച് പൂജ നടത്തിയതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. ജയറാമിനെ കൂടാതെ കേസുമായി ബന്ധമുള്ള മറ്റ് ഉന്നതരെയും വരും ദിവസങ്ങളിൽ ED ചോദ്യം ചെയ്തേക്കും. ശബരിമല അയ്യപ്പ സംഗമം ഓഡിറ്റ് റിപ്പോർട്ട് സംബന്ധിച്ച് കൃത്യമായ മറുപടി ഹൈക്കോടതിയിൽ നൽകുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ പറഞ്ഞു. ഓഡിറ്റിങ്ങിൽ കൃത്യത വരേണ്ടതുണ്ടെന്നും വേണ്ട തിരുത്തലുകൾ വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യ റിപ്പോർട്ടിലെ ആശയക്കുഴപ്പങ്ങൾ ഓഡിറ്ററുടെ കുറ്റമായി കാണുന്നില്ല. 10 ദിവസത്തിനകം യുദ്ധകാല അടിസ്ഥാനത്തിൽ പ്രശ്നം പരിഹരിക്കും. ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ട് അന്തിമമല്ലെന്നും K ജയകുമാർ കൂട്ടിച്ചേർത്തു. ഓഡിറ്ററുമായി ചർച്ചയ്ക്ക് ടാസ്ക് ഫോഴ്സിനെ ചുമതലപ്പെടുത്തിയതായി ദേവസ്വം ബോർഡ് അറിയിച്ചു. ഓഡിറ്ററുടെ ചോദ്യത്തിന് ദേവസ്വം കൃത്യമായി മറുപടി നൽകിയില്ല. ആരുടെ ഭാഗത്താണ് വീഴ്ചയുണ്ടായതെന്ന് പിന്നീട് പരിശോധിക്കുമെന്നും K ജയകുമാർ പറഞ്ഞു. സ്പോൺസർഷിപ്പ് വഴി വ്യവസായി ഗൗതം അദാനിയിൽ നിന്നും 1 കോടി രൂപ ലഭിക്കാനുണ്ട്. 3 കോടി രൂപയാണ് സ്പോൺസർഷിപ്പ് ഇനത്തിൽ ആകെ ലഭിക്കുക. അയ്യപ്പ സംഗമത്തിൻ്റെ ആകെ ചെലവ് 4.99 കോടിയായി നിജപ്പെടുത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഓഡിറ്റ് റിപ്പോർട്ട് ഇന്നാണ് ദേവസ്വം ബോർഡ് വിശദമായി പരിശോധിക്കുന്നത്. ചെലവുകൾ പെരുപ്പിച്ച് കാണിച്ചതായി പറയാൻ കഴിയില്ല. കിഫ്ബി എംപാനൽ അംഗീകാരമുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനെ ആണ് ഇവൻ്റ് മാനേജ്മെൻറ്റ് ഏജൻസിയായി നിയമിച്ചത്. കഴിഞ്ഞ ബോർഡിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യില്ല. ഈ മാസം 26-നുള്ളിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും K ജയകുമാർ പറഞ്ഞു. കോഴിക്കോട് ജയലക്ഷ്മി ടെക്സ്റ്റൈൽസിൽ വൻ തീപിടുത്തം. കോഴിക്കോട് നഗരത്തെയാകെ ഭീതിയിലാക്കിയാണ് ജയലക്ഷ്മി ടെക്സ്റ്റൈൽസിൽ തീപിടുത്തമുണ്ടായത്. വൻ തീപിടുത്തമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അഗ്നിരക്ഷാസേന തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. തീപിടുത്തത്തിൻ്റെ വ്യാപ്തി വലുതാകാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തേക്ക് വന്നു കൊണ്ടിരിക്കുകയാണ്. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ജീവനക്കാരെയെല്ലാം പുറത്താക്കിയത്. നിലവിൽ കെട്ടിടത്തിനുള്ളിൽ ജീവനക്കാരോ മറ്റുള്ളവരോ ഇല്ലെന്നാണ് വിവരം. 3 വർഷം മുമ്പും ഇതേ സ്ഥാപനത്തിൽ തീപിടുത്തം ഉണ്ടായിരുന്നു. 4 നില കെട്ടിടത്തിൻ്റെ 2ാം നിലയിലാണ് തീപിടുത്തം ഉണ്ടായത്. തീ മുകൾ നിലകളിലേക്കും കെട്ടിടത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കും ആടി പടരുകയുണ്ടായി. മങ്കട കൂട്ടിലിൽ യുവാവിനെ സദാചാര ഗുണ്ടാ സംഘം തല്ലിക്കൊന്ന കേസിൽ 5 മുസ്ലിം ലീഗ് പ്രവർത്തകർ
കുറ്റക്കാരാണെന്ന് മഞ്ചേരി 1ാം അഡീഷണൽ കോടതി 3 പേരെ വെറുതെ വിട്ടു. ജഡ്ജി എം തുഷാറാണ് പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയതായി പ്രഖ്യാപിച്ചത്. ശിക്ഷ വെള്ളിയാഴ്ച വിധിക്കും. വങ്കത കൂട്ടിൽ സ്വദേശികളായ നായകത്ത് അബ്ദുല്ലാസർ 40, സഹോദരൻ ഷറഫുദ്ദീൻ 33, പട്ടിക്കുത്ത് സുഹൈൽ 34, പട്ടിക്കുത്ത് അബ്ദുൽ ഖോർ 52, പട്ടിക്കുത്ത് സഹീർ ഹുസൈൻ 43 എന്നിവരാണ് പ്രതികൾ. ചണക്കുന്നൻ ഷഫീഖ് 34, മുക്കൽപീടിക പറമ്പാട്ട് മൻസൂർ 34, അമ്പലപ്പള്ളി അബ്ദുൽ നാസർ 35 എന്നിവരെ വെറുതെ വിട്ടു. 2016 ജൂൺ 6 പുലർച്ചെ 2-നാണ് കേസിനാസ്പദമായ സംഭവം. മങ്കട കുട്ടിയിലെ ഒരു വീട്ടിലെത്തിയ നസീറിനെ 40 പരിസരവാസികളായ ലീഗാർ സംഘം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിലായിരുന്നു ആക്രമണം. മദ്യവെച്ചെത്തിയ മകൻ കസേരയുടെ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. കണ്ണൂർ പള്ളിയാമൂലയിലാണ് സംഭവം. മകൻ കസേരയുടെ മുറ്റത്തേക്ക് വലിച്ചതിനെ തുടർന്നാണ് പരിക്കേറ്റ ചികിത്സയിലായിരുന്ന വയോധികയാണ് മരണപ്പെട്ടത്. പള്ളിയാമൂല ലക്ഷംവീട് നഗറിലെ വി ശാന്ത 88 കണ്ണൂർ AKG സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലേക്ക് മരിച്ചത്. വീട്ടുചെലവിന് മകൻ പണം തരാതെ ചോദ്യം ചെയ്തതിനാണ് ശാന്തിയെ മകൻ സജീവൻ മദ്യലഹരിയിൽ കസേരയുടെ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ സജീവനെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി 11-നായിരുന്നു സംഭവം. വീട്ടുചെലവിന് സജീവൻ പണം നൽകാതെ ശാന്ത ചോദ്യം ചെയ്തു. വിദേശത്തിലാണ്. വരാന്തയിൽ ഇരിക്കുകയായിരുന്ന ശാന്തിയെ തടഞ്ഞു വെച്ച ശേഷം ഇരിക്കുന്ന കസേര ഉൾപ്പെടെ സജീവൻ പുറത്തേക്ക് എറിഞ്ഞത്. റിപ്പബ്ലിക് ദിന സദസ്സ് ചിത്രരചനയും ക്വിസ് മത്സരവും നാളെ. കണ്ണൂർ APJ അബ്ദുൽ കലാം ലൈബ്രറി നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന റിപ്പബ്ലിക് ദിന സദസ്സിൻ്റെ ഭാഗമായി ചിത്രരചനയും ക്വിസ് മത്സരവും ബുധനാഴ്ച നടക്കും. ഉച്ചകഴിഞ്ഞ് 2-ന് കണ്ണൂർ തായത്തൂർ റോഡിൽ ചിറക്കൽക്കുളം മദ്രസ അദനിയ LP സ്കൂളിൽ നടക്കുന്ന പരിപാടി കോർപ്പറേഷൻ കൗൺസിലർ സിറാജുദ്ദീൻ മാങ്ങാടൻ ഉദ്ഘാടനം ചെയ്യും. റിട്ടയർഡ് AO KP പ്രദീപ്കുമാർ കുട്ടികളും ശാസ്ത്രവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കും. പ്രധാന അധ്യാപിക KV സജിത അധ്യക്ഷയാകും. PTA പ്രസിഡന്റ് PK മൊയ്തു, ലൈബ്രറി കൗൺസിൽ മേഖലാ കമ്മിറ്റി അംഗം ജനു ആയുധങ്കണ്ടി, നേതൃസമിതി കൺവീനർ EK സിറാജ്, ലൈബ്രറി സെക്രട്ടറി PK ബൈജു തുടങ്ങിയവർ സംസാരിക്കും. തലശ്ശേരി MCC റൂട്ടിൽ പുതിയ KSRTC ബസ് സർവീസ്. ക്യാൻസർ രോഗികൾക്ക് സൗജന്യ യാത്ര. തലശ്ശേരി മലബാർ ക്യാൻസർ സെൻറ്റർ റൂട്ടിലുള്ള KSRTCയുടെ പുതിയ ബസ് സർവീസ് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AM ഷംഷീർ ഫ്ലാഗ് ഓഫ് ചെയ്തു. ചികിത്സയ്ക്കായി MCCയിലേക്ക് എത്തുന്ന ക്യാൻസർ രോഗികൾക്ക് ഈ ബസ്സിൽ യാത്ര സൗജന്യമായിരിക്കുമെന്ന് സ്പീക്കർ പറഞ്ഞു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സഹായകരമാകുന്നതാണ് ഈ പദ്ധതി. തലശ്ശേരി മേഖലയിലെ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ യാത്രാ സംവിധാനം ഒരുക്കുന്നതോടൊപ്പം മാനവികത മുൻനിർത്തിയുള്ള സാമൂഹിക ഉത്തരവാദിത്ത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് KSRTC ഈ സർവീസ് ആരംഭിച്ചിരിക്കുന്നു സ്പീക്കർ പറഞ്ഞു. അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ S മുഹമ്മദ് ബഷീർ, ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ KP സുഭാഷ്, അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർ PV ദാഹിദ് എന്നിവർ പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.